सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम अशरीरं शरीरेषु अनवस्थेषु अवस्थितं महान्तं विभुमात्मानं मत्वा धीरो न शोचति। ശരീരേഷു അശരീരം, ശരീരങ്ങളിൽ അശരീരനായിരിക്കുന്നവനെ, ശരീരമല്ലാതിരിക്കുന്നവനെ അഥവാ ശരീരമില്ലാതിരിക്കുന്നവനെ. എവിടെ? ശരീരങ്ങളിൽ. അനവസ്ഥേഷു അവസ്ഥിതം, അനവസ്ഥിതങ്ങളായവയിൽ അവസ്ഥിതനായവനെ. മഹാന്തം മഹാനെ, വിഭും വിഭുവെ, ആത്മാനം ഇങ്ങനെയെല്ലാമുള്ള ആത്മാവിനെ മത്വാ അറിഞ്ഞാൽ, സാക്ഷാത്കരിച്ചാൽ, ധീരഹ ധീരൻ, ന ശോചതി പിന്നെ ദുഃഖിക്കുന്നില്ല, പിന്നെ അവന് ശോകമില്ല. ശോകമില്ല എന്ന് പറഞ്ഞാൽ ശോകമോഹങ്ങളില്ല, വിഷാദഹർഷങ്ങളില്ല, സുഖദുഃഖങ്ങളില്ല, മാനാപമാനങ്ങളില്ല, ദ്വന്ദ്വങ്ങളില്ലെന്നർത്ഥം. ഇവിടെ അശരീരം ശരീരേഷു, ശരീരങ്ങളിൽ ശരീരമല്ലാതിരിക്കുന്നവനെ. ഇവിടെ ശരീരങ്ങളിൽ എന്ന് പറഞ്ഞത് ആത്മാവ് ശരീരത്തിലാണോ നിവസിക്കുന്നത്? ചോദ്യം. അല്ല, ഒരിക്കലും ആത്മാവ് ശരീരത്തിലല്ല. നേരത്തെ പറഞ്ഞു അണോരണീയാൻ മഹതോ മഹീയാൻ. അതിൻ്റെ വിശദീകരണത്തിൽ വ്യക്തമായി ഭാഷ്യകാരൻ പറഞ്ഞു, ചാമ തുടങ്ങിയവയേക്കാൾ ചെറുതിലും ഭൂമി തുടങ്ങിയവയേക്കാൾ വലുതിലും അതിൻ്റെ ആത്മഭാവത്തിൽ എന്ന് എങ്ങനെ നിരൂപണം ചെയ്യപ്പെടുന്നു അങ്ങനെ. അപ്പോൾ അത് ആത്മാ ഒരിക്കലും ഉപാധി പരിമിതനല്ല, കേവല സത്യമാണ്, ഉണ്മയാണ്. ആ ഉണ്മയിലാണ് എല്ലാം നിലകൊള്ളുന്നത്, അല്ലാണ്ട് ആത്മാവ് മറ്റൊന്നിൽ നിലകൊള്ളുകയല്ല. എന്നാൽ അന്വേഷകനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒന്ന് ആരംഭിക്കണ്ടേ? അന്വേഷകനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒന്ന് ആരംഭിക്കണ്ടേ? വേണം. ആ അന്വേഷണം എപ്പോഴും തന്നിൽ തന്നെ ആയിരിക്കണം. തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി എന്താണ് തൻ്റെ സ്വരൂപമെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമായിരിക്കണം. അതുകൊണ്ട് പറയുകയാണ് ശരീരേഷു, ശരീരങ്ങളിൽ. ഇപ്പം ശരീരത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതല്ലാന്ന് മനസ്സിലായി, അപ്പം അതിനുള്ളിലേക്ക് പോയി. പ്രാണങ്ങളിലെത്തി, ഇതല്ലാന്ന് മനസ്സിലായി. ഇന്ദ്രിയങ്ങളിലേക്ക് പോയി, ഇതല്ലാന്ന് മനസ്സിലായി. മനസ്സിലേക്ക് പോയി, ഇതല്ലാന്ന് മനസ്സിലായി. ബുദ്ധിയിലേക്ക് പോയി. അങ്ങനെ അങ്ങനെ സൂക്ഷ്മതലത്തിലേക്കുള്ള അന്വേഷണ യാത്രയിൽ ആരംഭം ശരീരത്തിൽ വെച്ചിട്ടാണ്. കാരണം ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യമുള്ള ബോധം ശരീരസംബന്ധിയായിട്ടാണ്. ഈ ഞാൻ പിന്നെയാണ് മനസ്സിലാവുക ഇത് ഞാനല്ലാന്ന്, ഇതെൻ്റെതാണ്. അപ്പം ഞാൻ ആരെന്ന അന്വേഷണം സൂക്ഷ്മതലത്തിലേക്ക് പോകും. അതുകൊണ്ട് ശരീരങ്ങളിൽ ആരംഭിക്കുന്നു അന്വേഷണം. ശരീരേഷു അശരീരം, ശരീരങ്ങളിൽ അശരീരമായിരിക്കുന്നവനെ. രണ്ട്, അനവസ്ഥേഷു അവസ്ഥിതം, അനവസ്ഥിതങ്ങളായവയിൽ അവസ്ഥിതനായവനെ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്ത് കാണുന്നുണ്ടോ എല്ലാം അനവസ്ഥിതമാണ്. ഒന്നും അവസ്ഥിതമല്ല, ഒന്നും നിലകൊള്ളുന്നില്ല. നേരത്തെ പറഞ്ഞു ശോഭാവാ മർത്യസ്യ യദന്തകൈത സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ എന്ന് നേരത്തെ പറഞ്ഞു. ശോഭാവങ്ങൾ, നാളെ ഉണ്ടാവോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തവ, ഒന്നും അവസ്ഥിതമല്ല. എന്താ ഉള്ളത്? നിലനിൽക്കുന്ന എന്തുണ്ട് ഇവിടെ? ഒന്നുമില്ല.
ശശ്വന്നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വാചാ ഗുരോഃ. ശാശ്വതമായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടോയെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞുണ്ട്. എന്താ? എല്ലാം അശാശ്വതമാണെന്നുള്ളത് ശാശ്വതമാണ്. അതാണ് ശശ്വന്നശ്വരമേവ. എല്ലാം അശാശ്വതമാണെന്നുള്ളത് ശാശ്വതമാണ്. എന്നാലും നമ്മൾ പറയും എല്ലാ കാലത്തേക്കും വേണ്ടതല്ലേ. വീടുണ്ടാക്കുമ്പോൾ പറയും എല്ലാ കാലത്തേക്കും വേണ്ടതല്ലേ, നന്നായിക്കോട്ടെ കേട്ടോ അല്ലേ. എന്തെല്ലാ കാലത്തേക്കും? വീടോ? എന്ത് പോട്ടത്? എന്താ എല്ലാ കാലത്തേക്കും ഉള്ളത്? ഒന്നുമില്ല. ഒന്നുപോലും കണ്ട പോലെ നിൽക്കണില്ല ഇല്ലേ. നമ്മള് ഓരോരുത്തരും ഒരു 10 കൊല്ലം മുമ്പുള്ള തൻ്റെ ഫോട്ടോ ഒന്ന് നോക്കുക, 20 കൊല്ലം മുമ്പുള്ള തൻ്റെ ഫോട്ടോ ഒന്ന് നോക്കുക, 30 കൊല്ലം മുമ്പുള്ള തൻ്റെ ഫോട്ടോ ഒന്ന് നോക്കുക. എന്താ? ഒന്നും അവസ്ഥിതമല്ല, എല്ലാം അനവസ്ഥിതമാണ്. ചിന്തിക്കുക. ഇതുപോലെ എല്ലാ വസ്തുക്കളും എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം പൊളിഞ്ഞു പോണു. ഇത്രയേ ഉള്ളൂ. അന്ന് അഹമ്മദാബാദ് വിമാനാപകടം ഉണ്ടായത് ഈ അടുത്ത കാലത്ത്. എത്ര പേരാ സെൽഫിയൊക്കെ എടുത്താൽ ചിരിച്ച് ദാ ഞങ്ങൾ വരികയാണ് നിങ്ങളവിടെ സ്വീകരിക്കാൻ, ലണ്ടനിൽ എയർപോർട്ടിൽ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതാണ്. ആ സെൽഫി കറക്റ്റ് ആവട്ടെ കേട്ടോ, ഞാനും കൂടിയും പെടട്ടെ. അങ്ങനെ 4 പേരും പെടണം. എന്നിട്ട് എന്തുണ്ടായി? എല്ലാം അത്ര ഉള്ള കരിക്കട്ടകൾ, അത്രയേ ഉള്ളൂ. മനുഷ്യൻ കത്തിക്കഴിഞ്ഞാൽ ചുരുങ്ങാനുണ്ട്. ഒന്നായിട്ട് ചുരുങ്ങും. എല്ലാം ലിക്വിഡ് ദേഹത്തിൻ്റെ മുഴുവൻ പോയിട്ട് ചുരുങ്ങി ചെറിയൊരു സാധനമായി മാറും. വല്ലാത്ത കാഴ്ച. അത് വളരെ ചെറുതാവും. ഓരോരു കരിക്കട്ട. എന്താ ചെയ്യാ? ഇത്രയേ ഉള്ളൂ. എല്ലാം പറച്ചിൽ നമ്മളാരും കുറയ്ക്കാറില്ല. നാളെ ഞാൻ അത് ചെയ്യും, മറ്റന്നാൾ അത് ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലേ ഇന്നത്, ഒരു മാസം കഴിഞ്ഞ് ഇന്നത്. ഇക്കൊല്ലം സ്വാമിക്ക് ഒഴിവില്ല, അടുത്ത കൊല്ലത്തേക്ക് നിങ്ങളൊന്ന് എഴുതി വെച്ചൂടെ. പിന്നെ ഞാൻ എഴുതി വെക്കാം, നല്ലതെന്താ. എന്ത് വേറൊരാൾ വേറെ എഴുതുന്നുണ്ടാവും. ഈ മൂഢൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അയാൾ അവിടെ എഴുതി വെക്കും. ഇത്രയേ ഉള്ളൂ. അനവസ്ഥേഷു, എല്ലാം അനവസ്ഥിതമാണ്. പക്ഷെ ഈ അനവസ്ഥിതമായ എല്ലാം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? അപ്പൊ അതിലെന്താ അവസ്ഥിതമായത്? ഏത് ഉണ്മയാലാണ് എല്ലാം ഉള്ളതാവുന്നത്? ഏതൊരു ഉണ്മയാലാണ് എല്ലാം ഉള്ളതാവുന്നത്? ചിന്തിക്കുക, ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഇതൊന്നും ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ശൂന്യവാദത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം, അങ്ങനെയുള്ള മഹാന്തം മഹാനെ വിഭും സർവവ്യാപിയെ ആത്മാനം ആത്മാവിനെ മത്വ അറിഞ്ഞാൽ സാക്ഷാത്കരിച്ചാൽ ആർക്കേ സാധിക്കൂ? ധീരഹ, ധീരന് മാത്രമേ സാധിക്കൂ. ധീരശബ്ദം എത്ര പ്രാവശ്യം വന്നു? ആരെങ്കിലും ഒന്ന് എണ്ണി നോക്കിക്കോളൂ, ഒന്നിരുന്ന് എണ്ണിക്കോളൂ എത്ര പ്രാവശ്യം ധീരശബ്ദം വന്നു. ഉപനിഷത്തിൽ ഏറ്റവും അധികം പ്രാവശ്യം വരുന്ന ശബ്ദം ധീരശബ്ദമാണ്. ഏറ്റവും അധികം പ്രാവശ്യം ഗുരുനാഥൻ ശിഷ്യനെ വിളിക്കുന്ന ശബ്ദം സൗമ്യ ശബ്ദമാണ്. ഇതിൽ വന്നിട്ടില്ല, ഇതിലിതുവരെ വന്നിട്ടില്ല. സൗമ്യ, പ്രിയദർശന എന്നാണ് വിളിക്കുക.
പക്ഷെ അതേ സമയത്ത് ഉപനിഷത്തിൽ ഏറ്റവും അധികം പ്രാവശ്യം വന്ന ശബ്ദം ധീരശബ്ദമാണ്. ധീരൻ, ധീരന്മാർക്കുള്ളതാണിത്. ധിയം രാത്തി, ബുദ്ധിയെ നിയന്ത്രിക്കുന്നവൻ, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് ധീരൻ. ഇരുത്തം വന്നവൻ. ന ശോചത്തി, പിന്നെ അവന് ശോകമില്ല. ശോകം എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് ശോകം, ഹർഷം ഒന്നുമില്ല. ഹർഷശോകങ്ങളില്ല. ഹർഷശോകൗ ജഹാത്തി, ഇതാണ് പറയുന്നത്. അശരീരം സ്വേന രൂപേണ ആകാശകൽപ്പഃ ആത്മാ തം അശരീരം ശരീരേഷു ദേവപിതൃമനുഷ്യാദി ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതിരഹിതേഷു അവസ്ഥിതം നിത്യം അവികൃതം ഇത്യേതത് മഹാന്തം മഹത്വസ്യ ആപേക്ഷികത്വാശങ്കായാമാഹ വിഭും വ്യാപിനം ആത്മാനം ആത്മഗ്രഹണം സ്വതഃ അനന്യത്വ പ്രദർശനാർത്ഥം. ആത്മശബ്ദഃ പ്രത്യേകാത്മവിഷയഃ ഏവ മുഖ്യഃ തം ഈദൃശമാത്മാനം മത്വാ അയമഹമിതി ധീരഃ ധീമാൻ ന ശോചതി ന ഹ്യേവം വിധസ്യ ആത്മവിദഃ ശോകോപപത്തിഃ. അശരീരം സ്വേന രൂപേണ ആകാശകൽപ്പഃ ആത്മാ തം അശരീരം ശരീരേഷു ദേവപിതൃമനുഷ്യാദി ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതിരഹിതേഷു അവസ്ഥിതം നിത്യം അവികൃതം ഇത്യേതത് മഹാന്തം മഹത്വസ്യ ആപേക്ഷികത്വാശങ്കായാം ആഹ വിഭും വ്യാപിനം ആത്മാനം ആത്മഗ്രഹണം സ്വതഃ അനന്യത്വ പ്രദർശനാർത്ഥം. ആത്മശബ്ദഃ പ്രത്യേകാത്മവിഷയ ഏവ മുഖ്യഃ തം ഈദൃശം ആത്മാനം മത്വാ അയമഹമിതി ധീരഃ ധീമാൻ ന ശോചതി ന ഹ്യേവം വിധസ്യ ആത്മവിദഃ ശോകോപപത്തിഃ. അപ്പൊ അശരീരം നേരത്തെ വിസ്തരിച്ചു പറഞ്ഞു. അശരീരം ശരീരരഹിതം, സ്വേന രൂപേണ സ്വരൂപതയാ ശരീരമില്ലാത്തത്, ആകാശകൽപ്പഃ ആകാശം പോലെ സർവവ്യാപിയായത്. എന്നാൽ ആകാശത്തിൽ എന്തെല്ലാം ശരീരങ്ങൾ കൽപ്പിക്കപ്പെടും. മേഘമണ്ഡലം വന്നപ്പോൾ പറഞ്ഞു ആകാശം കറുത്തു, വേറെ മേഘമണ്ഡലം വന്നപ്പോൾ പറഞ്ഞു ആകാശം വെളുത്തു, മേഘം നീങ്ങിയപ്പോൾ പറഞ്ഞു ആകാശം നീലയായി. ഇതൊന്നുമല്ല ആകാശം. നീലയല്ല, കറുപ്പുമല്ല, വെളുപ്പുമല്ല. ഇതിനേക്കാളുണ്ട് വിശേഷങ്ങൾ. ചില ചില രൂപങ്ങളൊക്കെ നമ്മൾ കൽപ്പിക്കാറുണ്ട് ആകാശത്തിൽ. ഗന്ധർവന്മാര്, ദേവന്മാര്, രാക്ഷസന്മാര്, യുദ്ധം, പരാജയം, വിജയം ഒക്കെ കൽപ്പിക്കാറുണ്ട് ഇല്ലേ ആകാശത്തേക്ക് നോക്കിയിരുന്നിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഇല്ല കേട്ടോ. എന്താ ചെയ്യുക, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതേ ഉള്ളൂ. അപകടമാണ്. സർഗവാസന ഒന്നും ഉണ്ടാവില്ല, ഭാവന ഉണ്ടാവില്ല, ഒന്നുമില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഭാവിയിൽ കലാകാരന്മാര്, സാഹിത്യകാരന്മാര്, ചിത്രകാരന്മാര്, വൈദ്യന്മാര് ഇവർക്കൊക്കെ തൊഴിലുണ്ടാവാൻ പോകുന്നുള്ളൂ എന്ന മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വർധനവ് കൊണ്ട് മിക്ക മേഖലകളിലും തൊഴിലില്ലാണ്ടാവും. ടീച്ചർമാരാവശ്യമില്ല, ആരോഗ്യരംഗം ഉണ്ടാവും.
ആരോഗ്യരംഗം ഉണ്ടാവും. സാഹിത്യകാരന്മാർക്ക് നല്ല അവസരമുണ്ട് ഭാവിയിൽ. ഇങ്ങനെ ചുരുക്കം തൊഴിലുകളേ ഉണ്ടാവുള്ളൂ. അപ്പം മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കുക. അവർക്ക് സർഗവാസനകളില്ലെങ്കിൽ അവരുടെ ഇടത്തും വലത്തും മസ്തിഷ്കത്തിന് സന്തുലിത ഭാവം ഇല്ലാതെയാണ് അവർ വളരുന്നതെങ്കിൽ അവരുടെ ഭാവി ഇരുളടഞ്ഞതാണ്. കാരണം ഇന്നത്തെ പല തൊഴിലുകളും ഏതാനും കൊല്ലം കൊണ്ട് ഇല്ലാണ്ടാവും. ഏതാനും കൊല്ലം കൊണ്ട്. അത്ര വ്യാപകമായിട്ടാണ് ഈ AI വികസിക്കുന്നത്. അധ്യാപകരൊന്നും ആവശ്യമില്ല. എന്തിനാ അധ്യാപകർ? ഒരാവശ്യമില്ല. ഒക്കെ റോബോട്ടിക് ടീച്ചിങ് ആവും. IT ഫീൽഡ് മുഴുവൻ പോവും. ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് ഇനി അതിൽ എന്തൊക്കെ മാറ്റം വരും നമുക്കാർക്കും പറയാൻ വയ്യ. ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് IT ഫീൽഡ് മുഴുവൻ പോവും. ടീച്ചേഴ്സ് മുഴുവൻ പോവും. പോലീസുകാർ, പട്ടാളക്കാർ 10-1 മുഴുവൻ നാനോ ടെക്നോളജി അനുസരിച്ചിട്ടുള്ള, ഓഗ്മെൻ്റ് റിയാലിറ്റി അനുസരിച്ചിട്ടുള്ള യുദ്ധമുറകളായിരിക്കും ഭാവിയിൽ. ഒക്കെ ശാസ്ത്രജ്ഞന്മാർ റൂമിലിരുന്ന് ചെയ്യുന്ന യുദ്ധങ്ങളായിരിക്കും. അതേ തമാശയല്ല. ഇതേ തോതിലാ പോകണമെന്ന് വെച്ചാൽ. പക്ഷെ സാഹിത്യകാരന്മാർക്ക് നല്ല ചാൻസാണ്. പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് ഭാവനയും പോയാലോ? പിന്നെ എവിടെ സാഹിത്യകാരനുണ്ടാവുക? വായനാശീലമില്ലെങ്കിലോ? അതുകൊണ്ട് നല്ല വായനാശീലം മക്കൾക്ക് നിലനിർത്തിയ നാളത്തേക്ക് നല്ലത്. വലിയ ശതമാനം ജീവനക്കാരെ ഇപ്പം തന്നെ പിരിച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ആപ്പിളിലും മൈക്രോസോഫ്റ്റിലൊക്കെ തന്നെ ജീവനക്കാർ ഒരുപാട് പിരിച്ചുവിടാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം അവരറിയില്ല. കാരണം അവരുടെ കാലം കഴിയുമ്പോൾ പുതിയ അപ്പോയിൻമെൻ്റ് എടുക്കില്ല. അത്രയേ ഉള്ളൂ. പിരിച്ചുവിട്ടിട്ട് സമരമൊന്നും ഉണ്ടാവില്ല. ലോകത്തിൻ്റെ പോക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ലതാണ്. അതുകൊണ്ട് ഭാഷ നല്ലോണം പഠിക്കുക. ഭാഷയ്ക്കാണ് ഇനി ഭാവിയിൽ എന്തെങ്കിലും സാധ്യതയുള്ളത്. വൈദ്യന്മാരുണ്ടാവും, അതിനും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അനസ്തേഷ്യ ഉണ്ടാവില്ല, റേഡിയോളജി ഉണ്ടാവില്ല, സർജറി ഒരു 10-1 ചുരുങ്ങും. ഒക്കെ റോബോട്ടിക് സർജറി ആവും. ഫിസിഷ്യൻ വേണം, രോഗനിർണയത്തിന് ഫിസിഷ്യൻ വേണം. ഇങ്ങനെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. മനസ്സമാധാനത്തിന് ഒരുപാട് ചാൻസ് ഉണ്ട്. സൈക്കോളജിക്ക് ഒരുപാട് ചാൻസ് ഉണ്ടാവും. കാരണം ഇത് കൂടുന്നതിനനുസരിച്ച് സംഘർഷം കൂടുമല്ലോ. സംഘർഷം കൂടുന്നതിനനുസരിച്ച് സൈക്കോളജിസ്റ്റുകൾക്ക് വലിയ ചാൻസാണ്. ഏറ്റവും വലിയ സ്കോപ്പ് സൈക്യാട്രി സൈക്കോളജിയിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ. നാളത്തേക്ക് തയ്യാറെടുക്കണമെങ്കിൽ. അല്ല ഇവിടെ ഈ കഠോപനിഷത്തും പഠിച്ചിരുന്ന് നാളെ മേപ്പട്ടേക്ക് നോക്കിയാൽ മതിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അടുത്ത തലമുറയെ ആ രീതിയിൽ വളർത്തിയാൽ നല്ലത്. ഭാഷ കൊടുക്കുക, അതാണ് ആദ്യം വേണ്ടത്. ഇന്ന് ഭാഷ വളരെ വികലമാണ്. ഇംഗ്ലീഷ് വികലം, മലയാളം വികലം, എല്ലാം വികലമാണ്. നല്ലൊരു സാഹിത്യം ആസ്വദിക്കാൻ പോലും കഴിയില്ല, പിന്നെയല്ലേ. ചിന്തിച്ചാൽ നല്ലത്. ഇപ്പൊ കണ്ടുവോ കൊതുകിനെ വിട്ടത്? കണ്ടോ ചൈന? കൊതുകിനെ ഉണ്ടാക്കിയിരിക്കുക. കൊതുക് തനി കൊതുകിൻ്റെ അതേ വലുപ്പം, കൊതുകിൻ്റെ അതേ ശബ്ദം, കൊതുകിൻ്റെ അതേ രൂപം. സംഗതി കൊതുകല്ല, സംഗതി ഡ്രോണാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിനെ കൊല്ലാനുള്ള ആമത്തിരി ഉണ്ടാക്കും. അതെ, അപ്പം അതിന് ശാസ്ത്രജ്ഞന്മാർ പണിയെടുക്കും. എന്ത് സംശയം? നമ്മൾ മോശക്കാരല്ല. നമ്മൾ അതിനേക്കാൾ വലിയ വല്ലേനെ ഉണ്ടാക്കും, അതിനേക്കാൾ ചെറുത് വല്ലേനെ ഉണ്ടാക്കും. ഇങ്ങനെ മത്സരങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ശാസ്ത്രജ്ഞന്മാർക്ക് നല്ല ചാൻസ് ഉണ്ട്. ചിന്തിച്ചാൽ നല്ലത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ
ഇതിനൊന്നും ഒരു അവസ്ഥിതി ഇല്ല, അത്രയേ ഉള്ളൂ. ഇതിനൊന്നും ഒരു അവസ്ഥിതി ഇല്ലാന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. നല്ലതാണ്. ധീരഃ ന ശോചതി. അശരീരം സ്വേന രൂപേണ ആകാശകൽപഃ ആത്മാ തം അശരീരം ശരീരേഷു ദേവപിതൃ മനുഷ്യാദി ശരീരേഷു. ദേവപിതൃ മനുഷ്യാദി, ആദി പറഞ്ഞതുകൊണ്ട് തിര്യക്കുകൾ മറ്റതൊക്കെ എടുക്കാം. ആദി ദേവന്മാര്, പിതൃക്കള്, മനുഷ്യന്മാര് തുടങ്ങിയ പട്ടി, പൂച്ച, കാക്ക, കോഴി അങ്ങനെ പോവും. അതൊക്കെ തിര്യക്കുകളാ, എല്ലാം തിര്യക്ക. തിര്യക്കെന്ന് പറഞ്ഞാൽ എന്താ? തിര്യക്ക് തിരസഹ, തിരസഹ അഞ്ചതി, തിരശ്ചീനമായി സഞ്ചരിക്കുന്നത്, നമ്മൾ കുത്തനെ സഞ്ചരിക്കുന്നത്. അതാണ്. ഇപ്പൊ ചെറുപ്പക്കാർ ഇപ്പൊ അധികവും തിരശ്ചീന തിര്യക്കുകളാ. ഇപ്പോഴത്തെ മോട്ടോർ ബൈക്ക് കണ്ടില്ല, എങ്ങനെയായിരിക്കുക? അതല്ല, അത് നേരെയാണ്. അത് നേരെ ഇരിക്കണ തിരക്കാണ്. അത് തിരക്കല്ല, അതൊക്കെ നേരെയാണ്. ഏത് സ്കൂട്ടറിൽ നേരെയാണ്. മറ്റത് മോട്ടോർ ബൈക്ക്, പുതിയ ജാതി മോട്ടോർ ബൈക്കാണ് ഇങ്ങനെ ഇരിക്കണത്. ഇയാളെങ്ങനെയാ? ഒഴിവാക്കി. അപകടമാണ്, മഹാപകട, മഹാപകട. കാരണം മനുഷ്യന്റെ നട്ടലിൽ ഇങ്ങനെ നിൽക്കേണ്ടതാണ്, അതിങ്ങനെ നിൽക്കേണ്ടതല്ല. ഇങ്ങനെ നിന്നിട്ട് ചെറിയൊരു വെയിറ്റ് അടിച്ചാൽ മതി, നട്ടിൽ പൊട്ടിപ്പോവും. ഇങ്ങനെ നിന്നിട്ട് 60 കിലോ തലയിൽ വെച്ചാലും പൊട്ടുമൊന്നുമില്ല. അത് ശ്രദ്ധിക്കണം. അപ്പോൾ തിര്യക്കുകൾ, ദേവ പിതൃ മനുഷ്യ തിര്യക്കുകൾ, ഇങ്ങനെയുള്ള എല്ലാ ശരീരങ്ങളിലും അനവസ്ഥേഷു അവസ്ഥിതിരഹിതേഷു, ഒന്നിനും അവസ്ഥിതിയില്ല, കണ്ട് കണ്ട് കാണാണ്ടാവുകയായി. ഇപ്പൊ തന്നെ കോവിഡിന് മുമ്പ് ഇവിടെ വേദാന്ത ക്ലാസ്സിന് വന്ന ഒരു 10% പേരും കോവിഡിന് ശേഷം ഇല്ല. അന്വേഷിച്ചപ്പോഴാണ് അറിയണത് ഒക്കെ പോയി സ്വാമി. സന്തോഷം, നന്നായി. കണ്ട് കണ്ട് കാണാണ്ടാവും. അനവസ്ഥേഷു അവസ്ഥിതം, ഒക്കെ അനവസ്ഥിതങ്ങളാണ്, ഒന്നും നിൽക്കണില്ല. അതിലെല്ലാം അവികൃതമായി യാതൊരു വികാരവുമില്ലാതെ നിലകൊള്ളുന്ന മഹാന്തം. മഹാന്, ഈ മഹാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അവിടെ. മഹാൻ എന്ന് പറയുമ്പോൾ ഈ മഹത്വത്തിന് ആപേക്ഷികതയുണ്ട്. ഇയാളേക്കാൾ മഹാൻ ഇയാൾ. അപ്പൊ നോക്കുമ്പോൾ അയാൾ മറ്റേയാളെ മുമ്പിൽ ചെറുതാ, അല്ലേ? അങ്ങനെയില്ലേ? അതെ. നമ്മളിപ്പോ ഒരു SI നയമാനെ എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചോളൂ. CIന്റെ മുമ്പ് നിന്ന് SI നയമാനെ എന്ന് വിളിക്കുവോ? വിളിക്കുവോ? വിളിക്കൂല, വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ വിവരം അറിയും. ശരി, CI ഏമാനായി. DYSPന്റെ മുമ്പ് നിന്ന് CI നയമാനെ എന്ന് വിളിക്കുവോ? ഇല്ല. അപ്പൊ ഈ ഇതിനാണ് പ്രശ്നം. DSPന്റെ മുമ്പിൽ DYSP നയമാനെ എന്ന് വിളിക്കൂല. ഇപ്പൊ പിന്നെ എല്ലാം സാറായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എല്ലാവരെയും സാറിന് വിളിക്കാം. പണ്ട് തിരുവനന്തപുരത്തൊക്കെ സാറിന് വിളിച്ചാൽ ദേഷ്യമായിരുന്നു പോലീസുകാർക്ക്. ഏമാൻ തന്നെ വിളിക്കണം. അതെ. അപ്പോ ഈ മഹത്വത്തിന്റെ ആപേക്ഷികത കൊണ്ട് പറയുന്നു വിഭും വ്യാപിനം, സർവവ്യാപിയായിരിക്കുന്നവനെ, സർവവ്യാപിയായിരിക്കുന്നവനെ. അങ്ങനെയുള്ള ആത്മാവിനെ എന്ന് പറഞ്ഞത് എന്തിനാന്ന് സംശയം. അപ്പൊ ഭാഷ്യകാരൻ പറയാണ് അനന്യത്വ പ്രദർശനാർത്ഥം ആത്മഗ്രഹണം. ആത്മശബ്ദം ഗ്രഹിക്കുന്നത് അനന്യത്വത്തെ കാണിക്കാനാണ്. അന്യമായ എന്തോ അല്ല, വേറെ എവിടെയോ അല്ല അന്വേഷിക്കേണ്ടതെന്ന് കാണിക്കാനാണ് ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം എല്ലാവരും ആത്മാന്ന് ഞാൻ തന്നെ കൊണ്ടാണല്ലോ പറയണത്, ഞാൻ. അപ്പൊ പുറമെ അന്വേഷിക്കേണ്ടതല്ല. അതാണ് ആത്മശബ്ദ പ്രത്യേകാത്മ വിഷയേവ മുഖ്യ. പ്രത്യേകാത്മ വിഷയമാണ് മുഖ്യം. ആത്മാന്ന് പറഞ്ഞാൽ ഞാൻ, ഈ ഞാൻ ഇല്ലേ? ഏത് ഞാൻ? ഈ ഞാൻ എന്നാ പറയുക. ഏത്? നെഞ്ചോ?
അല്ല, നെഞ്ചിനം കൊണ്ടല്ല. അപ്പൊ ഈ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും ഞാൻ എന്ന് പറയണത്. അത് കാണിക്കാനാണ് ആത്മഗ്രഹണം. ഈദൃശമാത്മാനം മത്വ, ഇങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞാൽ, അയമഹം അസ്മി, ഇതാകുന്നു ഞാൻ എന്നറിഞ്ഞാൽ, ധീരഹ ധീമാൻ, ബുദ്ധിമാൻ, മനസ്സിനെ ബുദ്ധിയെ നിയന്ത്രിച്ചവൻ, ധീരൻ, സാഹസികനല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിവേകിയല്ല, സാഹസികനല്ല, ധീരൻ എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയണം. കാരണം ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട്. ധീരൻ എന്ന് പറഞ്ഞാൽ സാഹസികനാണെന്ന്. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത എന്തൊക്കെയോ ചെയ്തു കൂട്ടുക. അത്യപകടം പിടിച്ചത്. ഇന്നലെ ഒരു അമ്മ വന്നിരുന്നു ഇവിടെ. തീരെ വയ്യ, കൈക്കൊക്കെ തരിപ്പ്, കാലിന് തരിപ്പ് മുഴുവൻ. അപ്പോൾ MRI സ്കാനെല്ലാം ചെയ്ത് നോക്കിയപ്പോൾ കഴുത്തിന് വെർട്ടബ്രൽ കോളത്തിന് പ്രശ്നം വന്നതാ. അപ്പം എങ്ങനെയാ പ്രശ്നം വന്നതെന്നറിയാമോ? വിനോദത്തിന് പോയതാ. ഈ കുഴലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ എവിടെയോ വെള്ളം വരും, എന്നിട്ട് താഴത്തേക്ക് മനുഷ്യൻ ഇറങ്ങുക ചാടി. ഇത് മനുഷ്യന് പറഞ്ഞതല്ല, നട്ടെല്ല് ഇങ്ങനെയാണ് കിടക്കണത്. അത് ഇങ്ങനെ കിടന്ന് അപ്പോൾ വിഭ്രമുണ്ട്. ആ വിഭ്രം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയതാ. കോൺട്രാക്റ്റ് ആയിപ്പോയി. ഇനി ശരിയാവില്ല, ഒറ്റ വഴിയുള്ള ഓപ്പറേഷൻ. ഡോക്ടർ പറഞ്ഞു വേണ്ട, കഴുത്തിന് ഓപ്പറേഷൻ ചെയ്യണ്ട, സർജറി വേണ്ട. ഇത്തരം സാഹസികത എന്നും പറഞ്ഞിട്ട് പോയിട്ട് ഈ നല്ലൊരു ഉപാധിയെ നശിപ്പിക്കണം. എന്തിനാ? എത്ര നല്ലൊരു സാധന ഭഗവാൻ തന്നത് നശിപ്പിക്കണോ? ഇതെങ്ങനെയാണോ അതിനും കൊണ്ടുപോകല്ലേ വേണ്ടത്. ഇതാണോ ധീരത? അവിവേകല്ലേ ഇതൊക്കെ? ചിന്തിക്കുക. അപ്പൊ അവിവേകവും സാഹസികതയും ധീരതയും ഒക്കെ വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഓണം പ്രമാണിച്ച് തീറ്റ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. 40 പുട്ട് കഴിച്ചു, അവൻ മരിച്ചു. നല്ല ആവശ്യമുണ്ട്. 40 പുട്ട് കഴിച്ചു മരിക്കേണ്ട? ആ 40 പുട്ട് 20 ദിവസം കൊണ്ട് കഴിച്ചാൽ പോരായിരുന്നോ? കാരണം മനുഷ്യനൊരു വ്യവസ്ഥയില്ലേ, ആ വ്യവസ്ഥയെ നമുക്ക് തെറ്റിക്കാൻ പറ്റും. ഇത് ധീരതയാണ്. ഇതിൽ എന്തെങ്കിലും കേമത്തുണ്ടോ? ഇതിൽ എന്ത് കഷ്ടമെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് പറ്റി നമുക്ക്? ഇങ്ങനെ ഭ്രാന്തന്മാരായ പറ്റുമോ നമ്മൾ? നേരെ മറിച്ച് എന്ത് സുഖമുണ്ട്. ഓണം പ്രമാണിച്ച് പൈസ സ്വരൂപിച്ച് ഈ 40 പുട്ട് പാവപ്പെട്ടവർക്ക് 20 ദിവസം കൊടുക്കുന്നു. അന്യഥ വിശന്നിരിക്കുമായിരുന്ന ഒരു കുടുംബത്തിലേക്ക് 2 പുട്ട് കൊണ്ടുകൊടുത്തു. ഇതൊന്നായിട്ട് 40 എണ്ണം കഴിച്ച് ഇതാണ്ട് ചേർത്ത് കഴിച്ചപ്പോൾ കഴിച്ചു, കുറച്ച് കഴിയുമ്പോൾ ചീർക്കാൻ തുടങ്ങി, ചത്തുപോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കീറിയെടുക്കാൻ പറ്റും. അത് എന്താ കഥ? വലിയ പ്രശ്നമാണ്. തമാശയാന്ന് വിചാരിക്കാൻ തമാശയല്ല. അപ്പം ധീരൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണകൾ പെശക് പറ്റിയിട്ടുണ്ട്. അതൊന്ന് തിരുത്തണം സമൂഹത്തിൽ, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ. അതുകൊണ്ട് വിവേകി, ധീമാൻ, ബുദ്ധിമാൻ, ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ചവൻ, അങ്ങനെയുള്ള ആൾ പിന്നെ ദുഃഖിക്കുന്നില്ല. ന ശോചതി ന ഹ്യേവം വിധസ്യ ആത്മവിധ ശോകോപപത്തി. ഇങ്ങനെയുള്ള ആത്മജ്ഞാനിക്ക് പിന്നെ ശോകം ഉണ്ടാവില്ല. കാരണം അവൻ അനിത്യത്തെ നിത്യമായി കാണുന്നില്ല. അവൻ ആനന്ദമായിട്ടിരിക്കുന്നു. യദ്യപി ദുർവിജ്ഞേയ അയമാത്മാ തഥാപി ഉപായേന സുവിജ്ഞേയ. അപ്പൊ ദുർവിജ്ഞേയമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ എന്താ ഇപ്പൊ ഇതിനെ മനസ്സിലാക്കാൻ വഴിയുള്ളത്? എന്താ വഴിയുള്ളത്? മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റണം. എന്താ കാരണം?
ന ശോചതി എന്ന് ഫലം പറഞ്ഞു. ദുഃഖം ഇല്ലാണ്ടാവും. ദുഃഖം ഇല്ലാണ്ടാവുകയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. സുഖപ്രാപ്തി ദുഃഖനിവൃത്തിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അതിലേക്ക് നമ്മളെ നയിക്കുന്നു ആത്മജ്ഞാനം. അപ്പൊ അതിനെന്താ വഴിയുള്ളത്? ആത്മജ്ഞാനം വേണമെന്ന് ഉറപ്പായി. അതിനെന്താ വഴി നോക്കൂ. യദ്യപി ദുർവിജ്ഞേയ അയമാത്മാ തഥാപി ഉപായേന സുവിജ്ഞേയ ഏവ ഇത്യാഹ. ആത്മാവ് പറഞ്ഞ പോലെ ദുർവിജ്ഞേയമാണെങ്കിലും ഉപായങ്ങളെ കൊണ്ട് സുവിജ്ഞേയമാണ്. എളുപ്പമാണ് മനസ്സിലാക്കാൻ. വളരെ എളുപ്പമാണ്. അതെന്താ വഴി? നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേവൈഷ വൃണുതേ തേന ലഭ്യഃ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം. അപ്പൊ എന്തായാലും ആത്മാവിനെ മനസ്സിലാക്കണം എന്ന് ഉറപ്പായി. മനസ്സിലാക്കണം. എന്ത് വഴി ചെയ്യാനും തയ്യാറാ. അപ്പം എന്താ വേണ്ടേ? അപ്പം ആദ്യം നമുക്ക് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം, കുറേ പ്രവചനമൊക്കെ കേൾക്കാം. ചിദാനന്ദപുരി സ്വാമിയുടെ പ്രവചനമുണ്ട് ആത്മവിഷയത്തിൽ. അത് പോയി കേട്ടാൽ ആത്മജ്ഞാനം ഉണ്ടാവും. ഉണ്ടാവില്ല. ന പ്രവചനേന, പ്രവചനം കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവില്ല. എന്നാ സാരല്ല, ഞാൻ ഉപനിഷത്തൊക്കെ പഠിച്ചിട്ട് ഞാൻ സ്വയം പ്രവചനം ചെയ്യാം. അതുമാവാലോ. ഒരു കാര്യമില്ല. ദക്ഷിണ കിട്ടുന്നല്ലാതെ ആത്മജ്ഞാനം ഉണ്ടാവാൻ പോണില്ല. ദക്ഷിണ കിട്ടും. നന്നായി പ്രവചനം ചെയ്ത് നാട്ടുകാരൊക്കെ രസിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ ദക്ഷിണ കിട്ടും, ചില്ലാനം കിട്ടും. അല്ലാതെ ആത്മജ്ഞാനം കിട്ടില്ല. എന്നാ പിന്നെ പ്രകൃഷ്ടങ്ങളായ വചനങ്ങൾ പഠിക്കാം. ശാസ്ത്രത്തിൽ സ്വാധ്യായം, അതും പ്രവചനമാണല്ലോ. ഋഷിമാരുടെ പ്രവചനം വായിക്കാം. അതുകൊണ്ടും ആത്മജ്ഞാനം കിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ച വഴി അടഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? മേധയാ, നല്ല മേധാശക്തി കൊണ്ട് ആത്മജ്ഞാനം കിട്ടുമോ? മേധാശക്തി എന്ന് പറഞ്ഞാൽ ബഹുഗ്രന്ഥ ഗ്രഹണ ധാരണാശക്തി. അനേക ഗ്രന്ഥങ്ങളെ ഗ്രഹിക്കാനും ധരിക്കാനുമുള്ള കഴിവാണ് മേധ. ചിലർക്ക് വളരെയധികം ഗ്രഹിക്കാൻ കഴിവുണ്ടാവും. പെട്ടെന്ന് ഗ്രഹിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അസലായി മനസ്സിലായി സ്വാമി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചോദിച്ചു, എന്താ നേരത്തെ പറഞ്ഞത്? എന്തായിരുന്നു? എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറയണത്. അങ്ങനെ ചില ആൾക്കാർ നാട്ടിലുണ്ട്. ഇനി വേറെ ചിലർ അങ്ങനെയല്ല. അപ്പം അതൊക്കെ മനസ്സിലാക്കൂ. 1000 പ്രാവശ്യം പറഞ്ഞാൽ കഷ്ടി മനസ്സിലാവും. പക്ഷെ മനസ്സിലായാൽ പിന്നെ മറക്കൂല. പിന്നെ ജീവിതകാലത്ത് മറക്കൂല. മേധ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടിയതാണ്. അതായത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, പിന്നെ മറക്കുകയില്ല. ബഹുഗ്രന്ഥ ഗ്രഹണ ധാരണാശക്തി മേധ. നല്ലതാണ്. ശാസ്ത്രജ്ഞാനം വേണമെങ്കിൽ മേധ വേണം. ശാസ്ത്രം പഠിക്കണമെങ്കിൽ മേധ വേണം. പക്ഷേ മേധ ഉള്ളത് കൊണ്ട് ആത്മജ്ഞാനം കിട്ടില്ല. അതുകൊണ്ട് വിഷയം മനസ്സിലാക്കാം എന്നല്ലാതെ ഉപനിഷത്തുക്കളൊക്കെ കാണാതെ പഠിക്കാം. ബ്രഹ്മസൂത്രം, ശാസ്ത്രങ്ങൾ മുഴുവൻ കാണാതെ പഠിക്കാം മേധാശക്തി കൊണ്ട്. എന്നല്ലാതെ ആത്മജ്ഞാനം അതുകൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. മേധാശക്തിയുള്ളവർക്ക് മറ്റുള്ളവർക്ക് ആത്മജ്ഞാനം കൊടുക്കാൻ കാരണമാവും കേട്ടോ. ഇനി അത് പറയാലോ. മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ട് അവന് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. മേധയ. പിന്നെ ഇപ്പം എന്താ ചെയ്യാ? പ്രവചനം കൊണ്ടും കാര്യമില്ല,
മേധാശക്തി കൊണ്ടും കാര്യമില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരുപാട് ശാസ്ത്രം ശ്രവണം ചെയ്യാം. ശാസ്ത്രം, വേദം പഠിക്കാം, വേദാന്തം പഠിക്കാം. ന ബഹുനാശ്രുതേന, ബഹുശ്രുതത്വം കൊണ്ടും ആത്മജ്ഞാനം ഉണ്ടാവില്ല. ബഹുശ്രുതത്വം കൊണ്ട് ഞാൻ വിദ്വാനാന്നുള്ള അഭിമാനം ഉണ്ടാവുക, അത്രയേ ഉള്ളൂ. ഞാൻ അത്ര പഠിച്ചാന്നറിയാം നിനക്ക്? എന്താ എന്നെ ബഹുമാനിക്കാത്തത്? അതിപ്പോ നേരെ അവനവൻ പറഞ്ഞാൽ മോശമല്ലേ? അപ്പൊ അതിന് ചില ഏജന്റുമാരെ കൊണ്ട് പറയിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ആരാ വരാൻ പോണ സ്വാമി നിങ്ങൾക്ക് അറിയോ? എൻ്റെ പിന്നാലെ വരുന്നവനോ അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറയിപ്പിക്കുക ആൾക്കാരെ കൊണ്ട്. അതിന് ചെറിയൊരു കമ്മീഷൻ അവർക്ക്. ബഹുശ്രുതത്വം ഒരു കാര്യവുമില്ല. ശ്രീരാമകൃഷ്ണദേവന്റെ മുറിയുടെ പുറത്ത് വരാന്തയിൽ ഒരു ഹസ്ര ഇരിക്കുമായിരുന്നു. വേദാന്തത്തിൽ ആരാ മികച്ചതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, ശ്രീരാമകൃഷ്ണദേവനേക്കാൾ വിവരം ഹസ്രയ്ക്കാ. അപ്പോ പരമഹംസരുടെ അടുത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ മൂപ്പര് വിളിക്കും, ടോപ്പ് വേദാന്തം പറഞ്ഞു കൊടുക്കും. വെറുതെ അവിടെ പോണ്ട ഭ്രാന്തന്റെ അടുത്ത്. ഇത് നല്ല അദ്വൈത സിദ്ധിയും സിദ്ധാന്ത ബിന്ദുവും മാണ്ഡൂക്യ കാരികയും എല്ലാം പറഞ്ഞു കൊടുക്കും ഹസ്ര. എല്ലാം പഠിച്ച ആളാ. ന ബഹുനാശ്രുതേന. ഇവിടെ ശാസ്ത്രം പഠിക്കണ്ടെന്ന് ഇതിനർത്ഥമില്ല, പ്രവചനം വേണ്ടാന്ന് ഇവിടെ അർത്ഥമില്ല, മേധാശക്തി വേണ്ടാന്ന് അർത്ഥമില്ല. ഇതെല്ലാം വേണം. പക്ഷെ ഇതൊന്നും അല്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്നുണ്ട്. ആ മറ്റൊന്നിനെ പിടിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ബഹുശ്രുതത്വമൊക്കെ വലിയ പ്രശ്നമാണ്. ഈ മുള്ളെടുക്കാൻ വേണ്ടി മുള്ളെടുത്തിട്ട് ആ മുള്ളും കൂടി തറച്ചു കയറിയ അവസ്ഥയാവും. ഡോക്ടറെ അടുത്തേക്ക് കാലിങ്ങനെ കൊക്കിച്ച് പോയി, എന്താ ഡോക്ടറെ 2 മുള്ള്? 2 മുള്ളോ? അല്ല, 1 മുള്ളും 1 സൂചിയാണ്. അതെങ്ങനെയാ സൂചി? ഞാൻ ആ മുള്ളെടുക്കാൻ വേണ്ടിയിട്ട് സൂചി, അതും കയറിയില്ലേ? ആ കയറി. ഇനി വലിയൊരു ഓപ്പറേഷൻ തന്നെ ആവാം, ഒരു 10 തുന്ന്. എന്തൊരു കഷ്ടമാണ്, ആലോചിച്ച് നോക്കൂ. ഈ ലൗകിക വൃത്തി വാസന പോകാൻ വേണ്ടിയിട്ട് ശാസ്ത്രം പഠിക്കാൻ പോയി. ശാസ്ത്രം പഠിച്ചു നോക്കുമ്പോൾ ശാസ്ത്രവാസനയായി. ഞാൻ വിദ്വാനാണ്, പഠിച്ച ആളാണ്, സ്വാമി ചിദാനന്ദപുരി, പണ്ഡിതരത്നം, അല്ലേ? അതെ പറഞ്ഞാലേ ഒരു സന്തോഷമുള്ളൂ. വെറും സ്വാമി ചിദാനന്ദപുരി എന്ന് പറഞ്ഞാൽ സന്തോഷമില്ല. പണ്ഡിതരത്നം. നമ്മൾ വസ്ത്രത്തിലെ അഴുക്ക് നീക്കാൻ സോപ്പാകുന്ന അഴുക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സോപ്പാകുന്ന അഴുക്ക് കൊണ്ട് വസ്ത്രത്തിലെ അഴുക്ക് നീക്കിയാൽ വെള്ളം കൊണ്ട് രണ്ടും കഴുകി കളയണം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? അഴുക്ക് കൂടുതലാവും. വട്ടത്തിൽ അഴുക്ക് കാണാം. അതിന് പരീക്ഷ ചെയ്യിക്കോളൂ. ഇപ്പൊ സോപ്പാകുന്ന അഴുക്ക് കൊണ്ട് മറ്റേ അഴുക്ക് നീങ്ങിയാൽ 2 അഴുക്കും കളയണം. ഇതുപോലെയാണ് ശാസ്ത്രം. ശാസ്ത്രം കൊണ്ട് ഇതര ലൗകിക വൃത്തികൾ നീങ്ങിയാൽ പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാവശ്യം? വേറൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ട്. അത് വേണം. അവനവന് വേണ്ട. അത് വല്ലാത്തൊരു വെളിപ്പെടുത്തലാണത്. ന്യായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുനാശ്രുതേന. അപ്പൊ നിങ്ങൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറയാതെ എന്തുകൊണ്ടാ കാര്യമുള്ളത്? എങ്ങനെയാണ് ആത്മജ്ഞാനം കിട്ടുക? അതൊന്ന് പറഞ്ഞു തരൂ. യമേ വൈഷ വൃണുതേ തേന ലഭ്യ ഏഷ സാധക യം ആത്മാനം ഏവ വൃണുതേ. യാതൊരു സാധകനാണോ ഈ ആത്മാവിനെ തന്നെ വരിക്കുന്നത്, മറ്റെല്ലാം അപ്രസക്തമായി. നമുക്കെന്താണ്? നമ്മളിപ്പോ വേദാന്തം പഠിക്കുന്നു. സ്വാമി ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ വേദാന്തം പഠിക്കാൻ വന്നതെന്ന് സ്വാമിക്ക് അറിയോ? പറയാം.
വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, ഇല്ലേ? അതെ. മണി അടിക്കാനായോ? എന്താ ആയോ? ഊണിൻ്റെ മണി അടിക്കാനായോ? അത് സമയത്തിനെ കഴിക്കണം, അല്ലാണ്ട് ശരിയാവില്ല, ഇല്ലേ? പിന്നെ കിടക്കാൻ അത്യാവശ്യം വലിയ സൗകര്യമൊന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം ചില സൗകര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമാണ്. പെൻഷനുണ്ട്, അല്ലെങ്കിൽ നിയത വരുമാനം വീട്ടിലുണ്ട്, പത്നിയുണ്ട്, പതിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പിന്നെ പല വ്യാപാരങ്ങളും ഉണ്ട്. കൂട്ടത്തിൽ ഒരു ആഴ്ച ഇവിടെ വന്ന് വേദാന്തമൊക്കെ പഠിച്ച ഒരു സുഖസ്വാമി, മനസ്സിനൊരു സന്തോഷ. അതെ. അപ്പം ഞാനൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഈ ഉപനിഷത്തും ആധ്യാത്മിക അന്തര്യോഗവും മുടക്കാതെ ഞാൻ വരുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. എത്ര കാലം? ഉള്ള കാലം വരെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പലതിനെ ഗ്രഹിക്കുകയാണ്, ആ പലതിനെ ഗ്രഹിക്കണ കൂട്ടത്തിൽ ഒന്ന് ഇതും, അത്രയേ ഉള്ളൂ. എന്ത്? ആ, പലതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഇതും, അത്രയേ ഉള്ളൂ. ചിന്തിക്കുക. നല്ലത് തന്നെ, വിരോധമൊന്നുമില്ല, അതെങ്കിലും ഉണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് ആത്മജ്ഞാനാവില്ല. ആത്മജ്ഞാനം മറ്റെല്ലാം അപ്രസക്തമായി ഇത് മാത്രം. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു കഥയുണ്ട്. അത് പലരും ശ്രീരാമകൃഷ്ണദേവൻ ചെയ്തു എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കഷ്ടമെന്ന് ആലോചിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കഥയാണ്, അല്ലാണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ചെയ്തതല്ല അത്. അതായത് ഒരു സാധകൻ ഗുരുനാഥൻ്റെ അടുത്ത് വന്നു, ഗുരുനാഥ, ആത്മജ്ഞാനം വേണം. വലിയ ആഗ്രഹമുണ്ടോ? ഉണ്ട്. നവാ ഒരു കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ ഗുരുനാഥൻ കൂട്ടിക്കൊണ്ടുപോയി പുഴയിൽ ഒന്ന് മുങ്ങി. അപ്പം ശിഷ്യൻ വിചാരിച്ചു കുളിച്ചിട്ട് ശുദ്ധമായിട്ടായിരിക്കും ഗുരുനാഥൻ ഉപദേശിക്കുക. മുങ്ങിയപ്പോൾ ഗുരു പിടിച്ച് അമർത്തിയടെ വെച്ചു. ഗുരു നല്ല ബലിഷ്ഠനാ, നല്ല ഭിക്ഷ കഴിച്ചിട്ട് തടി നല്ലോണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട് ഗുരുവിന്. മറ്റവനതല്ല, മറ്റവന് ശാപ്പാടൊന്നും കഴിക്കാണ്ട് ഉപാസന സാധന വ്രതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായവനാ, അവന് ബലമില്ല. പിടിച്ച് അമർത്തി അവിടെ വെച്ചു. കുറേ നേരം കഴിഞ്ഞു, ശ്വാസം മുട്ടി, വിടുന്നില്ല, ഗുരു വിടുന്നില്ല. ഇപ്പം ചാവും, ഗുരു വിടുന്നില്ല. ഈ ബലിഷ്ഠമായ കയ്യിൻ്റെ ഉള്ളിൽ ഇയാൾ അവസാനം ഏകദേശം ഇയാൾ ചാവാനായപ്പോൾ ഗുരു വിട്ടു. എൻ്റെ ഗുരു, ഇപ്പണി ഞാൻ വിചാരിച്ചില്ല. അതിരിക്കട്ടെ, നിനക്ക് എന്താ തോന്നിയിരുന്നത്? എനിക്കൊരല്പം ശ്വാസം കിട്ടിയാൽ മതി എന്നാ തോന്നിയത്. ഇത്ര നിനക്ക് ആത്മജ്ഞാനം വേണമെന്നുണ്ടോ? ഉണ്ടോ? ഇപ്പം നമുക്ക് കഠോപനിഷത്ത് പഠിപ്പിച്ചു തരാം. 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ എന്തിന് 1 കോടി? 1 ലക്ഷം പറഞ്ഞാൽ മതി. കഠോപനിഷത്ത് നമുക്ക് പിന്നെ ആക്കാം. 1 കോടി രൂപ കണ്ട് തരൂ സ്വാമി പറയും. ശരി, നമ്മൾ ഈ 1 കോടി രൂപയും കൊണ്ട് പോവുകയാണ്. പോണ വഴിക്കാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയി, ശ്വാസം കിട്ടണില്ല. കുറേയൊക്കെ 1 കോടി സംരക്ഷിക്കാൻ നോക്കും. അത് കഴിഞ്ഞാലോ പിടി വിടുമല്ലയോ? എന്താ അഭിപ്രായം? വിടും, ഒരു സംശയമില്ല. ഇവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുണ്ടായിരുന്നു, അതേ മരിച്ചു പോയിട്ടോ. ആളല്ല, ഇവിടെ സ്ഥിരം വരുന്ന ആളാ. അപ്പോൾ വള്ളിക്കുന്ന് തീവണ്ടി അപകടത്തിൽ മൂപ്പര് പെട്ടിട്ട് മുങ്ങിപ്പോയി. അപ്പോൾ ഈ കക്ഷിയുടെ കയ്യിൽ എപ്പോഴും ഒരു കറുത്ത ബാഗ് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും കറുത്ത ബാഗ്. വെള്ളത്തിൽ മുങ്ങിപ്പോയി, അവിടുന്ന് ഒരുവിധം രക്ഷപ്പെട്ട് വണ്ടീൻ്റെ കമ്പാർട്ട്മെൻ്റ് ഉള്ളിൽ നിന്ന് മൂപ്പര് പുറത്തെത്തി, കറുത്ത ബാഗ് കയ്യിലുണ്ട്. അത് തമാശ പറയാന്ന് വിചാരിക്കല, സത്യമാണ് ഈ പറഞ്ഞത്. അങ്ങനെ ദുർലഭം ചിലരെ പിടി വിടാത്തേ ഉള്ളൂ, ബാക്കി എല്ലാവരും പിടി വിടും. വിടില്ലേ? ഭാര്യനെ വിടില്ല, വിടുമല്ലോ. ഭർത്താവിനെ വിടുമല്ലോ. കുഞ്ഞിനെ വിടുമല്ലോ. നൊന്ത് പെറ്റ കുഞ്ഞാ വിടുമല്ലോ. വിടില്ല സ്വാമി, കുഞ്ഞിനെ വിടില്ല ഒക്കെ ഇപ്പം പറയാണ്. ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെയും വിടും, സകലത്തിനെയും വിടും. എങ്ങനെയെങ്കിലും 2 ശ്വാസം കിട്ടിയാൽ മതി. അതുപോലെ
യമേ വൈഷ വൃണുതേ ഏഷ സാധകഃ യം ആത്മാനം ഏവ വൃണുതേ തേന ലഭ്യഃ. അവന് മാത്രമേ ഇത് ലഭിക്കൂ. തസ്യ ഏഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. അവന് ആത്മാവ് തൻ്റെ ഭാവത്തെ കാണിച്ചു കൊടുക്കും, പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞ അർത്ഥം അവൻ ആത്മബോധം സുവ്യക്തമായി തീരും. ഈ മന്ത്രം ദ്വൈതികൾ വ്യാഖ്യാനിക്കുക വേറെ ജാതിയാട്ടുക. ദ്വൈതികൾ ഈ മന്ത്രം വ്യാഖ്യാനിക്കുക എങ്ങനെയാ വെച്ചാൽ, യം സാധകം ഏഷഃ പരമാത്മാ വൃണുതേ തേന ലഭ്യ. ഈ പരമാത്മാവ് പരമേശ്വരൻ ആരെയാണോ സ്വീകരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ. ഭഗവാൻ നിശ്ചയിക്കണം. ആർക്ക് ഭഗവാൻ ജ്ഞാനം തരാൻ വിചാരിച്ചിട്ടുണ്ടോ അവർക്കേ ജ്ഞാനം കിട്ടൂ. ഭഗവാൻ ഒരാൾക്ക് ജ്ഞാനം കൊടുക്കാൻ എന്താ പ്രത്യേകിച്ച് കച്ചവടം? ഇത് ഭഗവാൻ അയാൾക്ക് ജ്ഞാനം കൊടുക്കാൻ പ്രത്യേകിച്ച് എന്താണ് കച്ചവടം? ചിന്തിക്കേണ്ടതാണ്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. ഞാൻ എല്ലാവരിലും സമനാണ്, എനിക്ക് ആരോടും ദേഷ്യവും ഇല്ല, എനിക്ക് ആരോടും പ്രിയവും ഇല്ല. ഈ നേരത്തെ കക്ഷിന്റെ കഥ വീണ്ടും തുടരാം. കക്ഷി ബാഗും കൊണ്ട് വന്നുല്ലോ. ബാഗും കൊണ്ടുവന്ന് കോഴിക്കോട് രാമകൃഷ്ണാശ്രമത്തിൽ പോയി, ചിന്മയ മിഷനിൽ പോയി, അമൃതാനന്ദ മഠത്തിൽ പോയി, എല്ലായിടത്തും പോയി. ഇവിടെയും വന്നു. ഓ, രക്ഷപ്പെട്ടു സ്വാമി, രക്ഷപ്പെട്ടു. വലിയ തീവണ്ടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത്ഭുതമാണ്. ഞാൻ ചോദിച്ചു എന്താ കാരണം? എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം. ഞാൻ ചോദിച്ചു ഈശ്വരനെ നിങ്ങളെ അനുഗ്രഹിക്കാൻ പ്രത്യേകിച്ച് ഒരു കച്ചവടം എന്താ? അപ്പം ആ മരിച്ച ആൾക്കാരെ ഒന്നും ഈശ്വരൻ അനുഗ്രഹിച്ചില്ല എന്ന് വരില്ലേ? അപ്പം ഈശ്വരൻ ചിലരെ അനുഗ്രഹിക്കുകയും ചിലരെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ദുഷ്ടനല്ലേ? ദ്വന്ദ്വബുദ്ധിയല്ലേ? മനുഷ്യ, നിങ്ങളെ പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. പ്രാരബ്ധം കഴിഞ്ഞവർ പോയി. ഇതെന്നോട് ആരും പറഞ്ഞില്ലല്ലോ. എല്ലാവരും പറയണത് പറയാ നമ്മളിവിടെ ഇരിക്കണോ? ഈശ്വരാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. അപ്പം മറ്റു മരിച്ചതൊക്കെ ഈശ്വര ക്രോധം കൊണ്ട് മരിച്ചു എന്ന് പറയണ്ടേ? അവൻ ഈശ്വരനാണോ? ചിലരോടൊരു ഇഷ്ടം, ചിലരോട് അല്ല സ്വാമി. അത് സ്തുതിക്കണവരോട് ഇഷ്ടം കാണും, അത് ശരി. മണി അടിക്കണവരോട് ഒരു പ്രത്യേക താല്പര്യം അല്ലേ? സോപ്പിട്ട് കൂടെ കൂടുന്നവരോട് ഒരു താല്പര്യം അല്ലേ? ഇയാളെ പ്രാരബ്ധം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പ്രാരബ്ധം കഴിഞ്ഞവർ പോയി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? ബാഗിൽ നിന്ന് എന്തായാലും കുറച്ചും കൂടെ തന്നോളൂ പറഞ്ഞു. പാവം സ്ഥിരം വരുമായിരുന്നു അവിടെ, എല്ലാ മാസവും വരും, വയ്യാതാവണ വരെ. അപ്പം അതുകൊണ്ട് ഏതൊരു സാധകൻ ഈ ആത്മാവിനെ തന്നെ വരിക്കുന്നുവോ എന്നുള്ള അർത്ഥം എടുക്കണം. മറ്റേ അർത്ഥം നമുക്ക് സ്വീകാര്യമല്ല. അതെ, അത്രയ്ക്കധികം സമർപ്പണ ഭാവത്തിൽ, അത്രയ്ക്കധികം താതാത്മ്യത്തോടെ, ചേർച്ചയോടെ മറ്റെല്ലാത്തിനെയും മാറ്റി ആര് ആത്മാവിനെ തന്നെ വരിക്കുന്നുവോ അവർക്ക് ആത്മബോധം ഉണ്ടാവുന്നു. മറ്റെല്ലാം അവിടെ അപ്രസക്തായി, മറ്റെല്ലാം അപ്രസക്തായി, എല്ലാം അപ്രസക്തായി. പക്ഷെ ഇത് വളരെ പണിയാണ്. കാരണം നമുക്ക് പലതിൽ പ്രസക്തി ഉണ്ടാവും. ആത്മജ്ഞാനം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് പണം കാണുന്നത്, പെണ്ണിനെ കാണുന്നത്, ആണിനെ കാണുന്നത്, സ്ഥാനമാനങ്ങൾ കാണുന്നത്, പദവി കാണുന്നത്. അതിലൊക്കെ പെടും നമ്മൾ. ആത്മജ്ഞാനം പിന്നെ ആവാലോ അല്ലേ? ഇതിപ്പോ പിന്നെ കിട്ടുമോ? ഇവള് കുറച്ച് കഴിഞ്ഞാൽ വയസ്സാവൂലേ? ഇവൻ കുറച്ച് കഴിഞ്ഞാൽ വയസ്സാവൂലേ? പൈസയായിട്ട് പോയിപ്പോയാലോ? ഇങ്ങനെ നാനാ പരിഗണന വരും. അതുകൊണ്ടാണ് യമേ വൈഷ ഏഷ ഏഷ ഏവ യം
ഏതൊരു സാധകൻ യാതൊരാത്മാവിനെ തന്നെ വരിക്കുന്നുവോ തേന ലഭ്യ. തശേഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. അവന് ഈ ആത്മാവ് സ്വന്തം ഭാവത്തെ പ്രകടമാക്കുന്നു. ഈ മന്ത്രം പല സ്ഥലത്ത് ആവർത്തിക്കുന്നതാണ്, ഒരു ഉപനിഷത്തിലുള്ളതല്ല, പല ഉപനിഷത്തുക്കളിലും ആവർത്തിക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.